നമുക്കിന്ന് ദാനിയേലിൻ്റെ പുസ്തകം അതിൻ്റെ 3-ാം അധ്യായത്തിലേക്ക് കടക്കാം. നമ്മൾ 2-ാം അധ്യായത്തിൽ അവസാനിപ്പിച്ച 2-3 കാര്യങ്ങളൊന്ന് റീക്യാപ്പ് ചെയ്തിട്ട് നമ്മൾ ചിന്തിച്ച കാര്യം ഒന്നുകൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്ട്രെയിറ്റായിട്ട് ചാപ്റ്റർ 3ലേക്ക് കടക്കാം. ഒന്നാമതായിട്ട് നമുക്കറിയാം, 2-ാം അധ്യായത്തിലായിരുന്നു ദാനിയേൽ നെബൂഖദ്നേസർ രാജാവ് കണ്ട സ്വപ്നം വിവരിക്കുന്നതും ലോകത്തിൽ ഇനിയും സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് നെബൂഖദ്നേസറിന് വിവരിച്ചു കൊടുക്കുകയും ആ വിവരണം കേട്ട് നെബൂഖദ്നേസർ ചെയ്ത ഒരു റെസ്പോൺസിനെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു പ്രതികരണത്തെക്കുറിച്ച് പറഞ്ഞായിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയത്. 46, അതായത് 2-ാം അധ്യായത്തിൻ്റെ 46-ാം വചനം ഇങ്ങനെ പറയുന്നു: അപ്പോൾ നെബൂഖദ്നേസർ രാജാവ് സാഷ്ടാംഗം വീണ് ദാനിയേലിനെ നമസ്കരിച്ചു. അവനൊരു വഴിപാടും സൗരഭ്യവാസനയും അർപ്പിക്കണമെന്ന് കൽപ്പിച്ചു. ഇതാണ് രാജാവ് ചെയ്ത ഒരു റെസ്പോൺസ്. ഇത് നമ്മൾ കാണുന്നത് ജാതീയമായിട്ടുള്ള എല്ലായിടത്തും കാണുന്ന ഒരു രീതിയാണ്. നമുക്കിപ്പം ദാനിയേൽ രാജാവിൻ്റെ മുമ്പിൽ ഒരു അത്ഭുത മനുഷ്യനാണ്. അപ്പം രാജാവിന് അസാധ്യമെന്ന് തോന്നിയ ഒരു കാര്യം ഇവിടെ ദാനിയേൽ വെളിപ്പെടുത്തിയപ്പോൾ ദാനിയേൽ രാജാവിൻ്റെ മുമ്പിൽ ഒരു വലിയ മനുഷ്യനാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയും ചിന്തിച്ച പോലെ അപ്പോസ്തലന്മാരെക്കുറിച്ചും അങ്ങനെ ആളുകൾ കണ്ടു, അത്ഭുതങ്ങളൊക്കെ കണ്ടപ്പോൾ അവർ പെട്ടെന്നാണ് അവരുടെ റെസ്പോൺസ്. ഇറ്റ് വാസ് വെരി ക്വിക്ക്. വളരെ പെട്ടെന്നായിരുന്നു അവർ പറയുകയാണ്, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, മഹത്വം മൊത്തവും ദൈവത്തിന് കൊടുപ്പീൻ. പക്ഷെ ദാനിയേൽ തിരിച്ചെന്ത് പറഞ്ഞു എന്നൊന്നും ഇവിടെ എഴുതിയിട്ടില്ല. പക്ഷേ പെട്ടെന്ന് രാജാവിൻ്റെ മറുപടി ദാനിയേലിനോട് നേരെ നിൻ്റെ ദൈവത്തെക്കുറിച്ച് ആണ് പിന്നീട് പറയുന്നത്. അപ്പം നമുക്ക് ഇൻ ബിറ്റ്വീൻ എന്ത് നടന്നു എന്ന് നമുക്കറിയില്ല. പക്ഷേ ഇവിടുന്ന് പഠിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു ജാതീയമായിട്ടുള്ള എല്ലായിടത്തും എല്ലാ ജാതീയ മതത്തിലും ഉണ്ടാവുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്: മനുഷ്യ ദൈവങ്ങളെ നിർമ്മിക്കുക എന്നുള്ളതാണ്. അത്ഭുതങ്ങളോ അടയാളങ്ങളോ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്തെങ്കിലും ആത്മീയമായിട്ട് എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ ആ മനുഷ്യനെ ആരാധിക്കുക, വ്യക്തിപൂജ ചെയ്യുക, ഇതൊക്കെ ഒരു ജാതീയ രീതിയാണ്. നെബൂഖദ്നേസർ അത് ചെയ്തു. ഇന്ന് നമ്മൾ നോക്കണം, ഇന്ന് സഭകളിൽ അങ്ങനെ ഉണ്ടാവുന്നെങ്കിൽ അത് ഒരിക്കലും ഒരു ഗോഡ്ലി വേ അല്ല, ദൈവത്തിൻ്റെ ഒരു വഴിയല്ല, ദൈവത്തിൻ്റെ രീതിയല്ല. നമ്മൾ ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി മാത്രം നിൽക്കേണ്ട ആൾക്കാരാണ്. സഭയെക്കുറിച്ച് പറഞ്ഞേക്കുന്നത്, സഭയിൽ കർത്താവായ യേശു ക്രിസ്തു പ്രീ എമിനൻ്റ് ആയിരിക്കണമെന്നാണ്. ഏറ്റവും ഉന്നതിയിൽ ഉയർന്നു നിൽക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ സഭയിൽ എന്ത് ശുശ്രൂഷകൾ ചെയ്താലും ശരി, നമ്മളൊരല്പം പോലും ഗ്ലോറി സീക്ക് ചെയ്യാതെ കർത്താവിന് ഏറ്റവും എളുപ്പപ്പെട്ട് ജീവിക്കണം. മറ്റുള്ളവർ എന്തെങ്കിലും ഗ്ലോറി തരാൻ വന്നാൽ പോലും ഉടനടി നമ്മുടെ റെസ്പോൺസ് എന്തായിരിക്കണം? ഗിവ് ഗ്ലോറി ടു ഗാഡ്, ദൈവത്തിന് മഹത്വം കരയറ്റുവിൻ എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കണം. എന്നിരുന്നാലും 47-ാമത്തെ വചനത്തിൽ രാജാവ് ദാനിയേലിനെ മഹാനാക്കി, അവൻ അനേകം വലിയ സമ്മാനങ്ങളും കൊടുത്തു. 47-ാമത്തെ വചനത്തിൽ, നീ ഈ രഹസ്യം വെളിപ്പെടുത്തുവാൻ പ്രാപ്തനായതുകൊണ്ട് നിങ്ങളുടെ ദൈവം, ഇവിടെ പറഞ്ഞേക്കുന്ന ആ പദം ശ്രദ്ധിക്കുക, ദാനിയേലിൻ്റെ ദൈവമെന്നാണ്, അല്ലെ ദാനിയേൽ വിശ്വസിക്കുന്ന ദൈവമെന്നാണ്. താൻ പറയുന്നത് എൻ്റെ ദൈവമെന്നൊന്നുമല്ല. നിങ്ങളുടെ ദൈവം ദേവാദി ദൈവവും രാജാദി കർത്താവും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവനും ആകുന്നു സത്യം എന്ന് കൽപ്പിച്ചു. അപ്പം ദൈവത്തിന് നെബൂഖദ്നേസർ ചാർത്തിയ 3 ടൈറ്റിലാണ്. ഒന്ന്, ദൈവം, ദേവാദി ദൈവം. അവിടെ നമ്മൾ 47-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ഗാഡ് ഓഫ് ഗോഡ്സ്. എന്നിട്ട് രാജാദി കർത്താവ്, ദ ലോർഡ് ഓഫ് ദ കിങ്സ് ആൻഡ് ദ റിവീലർ ഓഫ് മിസ്റ്ററീസ്.
അതായത് നിഗൂഢതകൾ അല്ലെങ്കിൽ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുവാൻ കഴിവുള്ളവൻ എന്ന് പറഞ്ഞാണ് അത് എൻഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഓർക്കും നെബൂഖദ്നേസർ ഇപ്പം കർത്താവിൻ്റെ ഭക്തനായെന്ന്. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ദാനിയേലിൻ്റെ ദൈവത്തെ അവിടെ പുകഴ്ത്തി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ദാനിയേലിൻ്റെ ദൈവത്തെക്കുറിച്ച് തനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ താൻ അവിടെ പറഞ്ഞു. എന്നിട്ട് നമ്മൾ പിന്നീട് കാണുന്നു ദാനിയേലിന് വലിയ സമ്മാനങ്ങൾ കൊടുക്കുന്നു. ദാനിയേൽ നിമിത്തം ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്ന് പറയുന്ന 3 തൻ്റെ സുഹൃത്തുക്കൾക്ക് രാജാവ് കൊട്ടാരത്തിൽ നല്ലൊരു പൊസിഷൻ അവിടെ കൊടുത്തു എന്ന് നമ്മൾ വായിക്കുന്നു. അവിടെ ഒരു കാര്യവിചാരകൻ അല്ലെങ്കിൽ മേൽവിചാരകനാക്കി മാറ്റിയെന്ന് നമ്മൾ വായിക്കുന്നു. സംസ്ഥാനത്തിലെ കാര്യാദികൾക്ക് മേൽവിചാരകന്മാരാക്കി. ആരെയാണ്? ഈ 3 പേരെ. അപ്പോൾ അത് എന്തായാലും അവിടെയുള്ള അന്നുണ്ടായിരുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അസൂയ ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ആ പൊസിഷനിലേക്ക് ദൈവമാണ് ആക്കിയത്. ദൈവമാക്കിയത് ദാനിയേലിലൂടെയാണ്. അപ്പോൾ ഇതും നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമാണ്. ദൈവം നമ്മളെ ഓരോ പൊസിഷൻസിൽ ആക്കുമ്പോൾ ചിലപ്പോൾ അത് വളരെ ഇൻഫ്ലുവൻഷ്യൽ പൊസിഷൻ ആയിരിക്കാം. അപ്പം നമുക്ക് ദൈവത്തിൻ്റെ ഒരു വേർഡ് നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. നാം നന്മ ചെയ്യുവീൻ, വിശേഷാൽ സഹവിശ്വാസികൾക്ക് നിങ്ങൾ നന്മ ചെയ്യുക. നമ്മൾ പലപ്പോഴും സഹവിശ്വാസികളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇന്ന് അവിശ്വാസികളെ പോലെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ദൈവഹിതമല്ലാത്ത ഒരു കാര്യത്തിലും നമുക്ക് ഏർപ്പെടാൻ പറ്റാതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് നീതിബോധത്തോടുകൂടി നീതിപൂർവമായിട്ടും ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മളെ ദൈവമാക്കിയിരിക്കുന്ന ഓരോ സ്ഥലത്ത് വെച്ച് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അത് തന്നെയാണ് ദാനിയേൽ ഇവിടെ ചെയ്തത്. അല്ലാതെ ദാനിയേൽ ഔട്ട് ഓഫ് ദ വേ എന്തെങ്കിലും ചെയ്തതെന്നല്ല അതിൻ്റെ അർത്ഥം. ദാനിയേലിന് ഉണ്ടായിരുന്ന ഒരു ഇൻഫ്ലുവൻസ്, ദാനിയേലിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാർ, ദാനിയേലിൻ്റെ കൂടെ ഫെലോഷിപ്പ് കൂടിക്കൊണ്ടിരുന്ന, അല്ലേ, ആ പ്രാർത്ഥിക്കാൻ സഹായിച്ചുകൊണ്ടിരുന്ന ആ 3 പേരെയും അവിടെ പ്രൊമോഷൻ കൊടുത്തതായിട്ട് നമ്മൾ കാണുന്നു. ഓക്കെ, ഇത് കേട്ട് നമുക്ക് 3-ാം അധ്യായത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. 3-ാം അധ്യായത്തിൽ വരുമ്പം അപ്പം നമ്മളുടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് 46-ാമത്തെ വാക്യം വായിച്ചത് നെബൂഖദ്നേസറിൻ്റെ ഒരു ദൈവത്തെക്കുറിച്ചുള്ള ഒരു ഡിക്ലറേഷനാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു വർത്തമാനം കേട്ട് നമുക്ക് നെബൂഖദ്നേസർ വിശ്വാസിയായി തീർന്നെന്നൊന്നും വിചാരിക്കരുത്. 3-ാം അധ്യായത്തിൽ താൻ ഇതൊക്കെ കേട്ടിട്ട് താൻ ചെയ്ത ഒരു വലിയ ബ്ലണ്ടറുണ്ട്. ആ ബ്ലണ്ടറാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനം. നെബൂഖദ്നേസർ രാജാവ് പൊന്നുകൊണ്ട് ഒരു ബിംബം ഉണ്ടാക്കി. സോ ഫസ്റ്റ് വാക്യം പറയുന്നത് നെബൂഖദ്നേസർ പൊന്നുകൊണ്ട് ഒരു ബിംബം ഉണ്ടാക്കി. നെബൂഖദ്നേസർ ദ കിങ് മെയ്ഡ് ആൻ ഇമേജ് ഓഫ് ഗോൾഡ്. എന്നിട്ട് അതിൻ്റെ ഒരു വീതിയും വ്യാപ്തിയെക്കുറിച്ചും ഇവിടെ പറയുന്നു. അതിൻ്റെ ഉയരം 60 മുഴവും വണ്ണം 6 മുഴവുമായിരുന്നു. അവൻ അതിനെ ബാബേൽ സംസ്ഥാനത്ത് ദുര സമഭൂമിയിൽ നിർത്തി. അപ്പം എല്ലാവരും കാണാൻ പറ്റുന്ന ഒരു പ്ലെയിൻ ഭൂമിയിൽ ഈ ഒരു വലിയ ബിഗ് ആയിട്ടുള്ള വളരെ വളരെ വലിയ ഒരു വിഗ്രഹം താൻ ഉണ്ടാക്കി. അത് ഉണ്ടാക്കിയ വിഗ്രഹത്തിൻ്റെ മെറ്റീരിയൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് വാസ് ഓഫ് ഗോൾഡ്, ദ ഇമേജ് ഓഫ് ഗോൾഡ്. സ്വർണത്തിൽ ഉണ്ടാക്കിയ ഒരു വിഗ്രഹം, ഒരു രൂപം. രൂപം നെബൂഖദ്നേസറിൻ്റെ ആണോ എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ നെബൂഖദ്നേസർ രാജാവ് സെറ്റപ്പ് ചെയ്തതാണ്. പ്രോബബ്ലി ജാതികൾ ആയതുകൊണ്ട് പ്രോബബ്ലി അദ്ദേഹത്തിൻ്റെ തന്നെ ആകാനാണ് സാധ്യത. അപ്പോൾ എനിവേ താനൊരു വലിയ ഇമേജ് ഉണ്ടാക്കി. അതിൻ്റെ ഇതിനേക്കാളൊക്കെ നമ്മൾ ക്യാച്ചിങ് ആയിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത് ഹി മെയ്ഡ് ആൻ ഇമേജ് ഓഫ് ഗോൾഡ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടു, ദാനിയേൽ കണ്ട സ്വപ്നം ഒരു വിഗ്രഹം, ഒരു മനുഷ്യരൂപം പോലെ തന്നെയുള്ള ഒരു വിഗ്രഹമാണ്. ഇതുപോലൊരു വിഗ്രഹമാണ് നെബൂഖദ്നേസറും ഉണ്ടാക്കിയത്. പക്ഷേ ദാനിയേൽ കണ്ട രൂപത്തിനകത്ത് തല സ്വർണവും, പിന്നീട് താഴോട്ട് വരുന്നത് സിൽവറും വെള്ളിയും താമ്രം, ബ്രോൺസ്, പിന്നെ അയൺ, പിന്നെ ഒരു മിക്സ്ചർ ഓഫ് അയൺ ആൻഡ് ക്ലേ. ഇങ്ങനെയാണ് ദാനിയേൽ കണ്ടത്.
എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഗോൾഡിന് കുറച്ച്, ഗോൾഡ് എന്ന് പറഞ്ഞാൽ ആരാണെന്നും ദാനിയേൽ അവിടെ പറഞ്ഞു. ഗോൾഡ് എന്ന് പറയുന്നത് നെബൂഖദ്നേസറെ, അവിടുന്നാണ്, അവിടുത്തെ ഭരണത്തെയാണ്, ബാബിലോൺ സാമ്രാജ്യത്തെ കാണിക്കുന്നതെന്ന് അന്ന് നമ്മൾ 2-ാം അധ്യായത്തിൽ ദാനിയേൽ നെബൂഖദ്നേസറിന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, അല്ലെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം എന്നാൽ ദാനിയേൽ വളരെ ക്ലിയറായിട്ട് അവിടെ പറയുന്നുണ്ട്, അതിനുശേഷം മറ്റൊരു രാജ്യത്വം വരും, അതാണ് വെള്ളിയുടെ രാജ്യം, അല്ലെങ്കിൽ മേദേ പേർഷ്യ എന്ന് പറയുന്ന ഒരു ആധിപത്യം വരും. എന്ന് പറഞ്ഞാൽ ബാബിലോണിന്റെ ആധിപത്യം തീരും. ഇത് നോക്കേ, ഇങ്ങനെ പറയുമ്പോൾ ഇവിടെ നെബൂഖദ്നേസർ എന്താ ഉണ്ടാക്കിയത്? ഒരു ബിംബം ഉണ്ടാക്കി. ആ ബിംബത്തിന് മൊത്തം സ്വർണമാണ്. ഇതിനൊരു സ്പിരിച്വൽ എസെൻസും കൂടിയുണ്ട്. നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇതിൻ്റെ എസെൻസ് എന്ന് പറയുന്നത്, താൻ എന്തായിരിക്കും ചിന്തിക്കുന്നത്? വിഗ്രഹം നമ്മൾ ദാനിയേൽ വിവരിച്ചു കൊടുത്ത, അല്ലെങ്കിൽ നെബൂഖദ്നേസർ കണ്ട സ്വപ്നത്തിനകത്തെ വിഗ്രഹം തല മാത്രമേ ഉള്ളായിരുന്നു. ആ സ്വർണത്തിൻ്റെ എംപയറിനൊരു കാലതാമസം, ഒരു ചെറിയ കാലയളവ് ഉണ്ടായിരുന്നു, 70 കൊല്ലം. അതിനുശേഷം ആ രാജ്യത്വം അവസാനിക്കും. പക്ഷേ ഇവിടെ നെബൂഖദ്നേസർ ഇമേജ് വെച്ചതിലൂടെ ഒരു കാര്യം, തൻ്റെ ഹൃദയത്തിലെ ഒരു ചിന്ത അവിടെ വെളിപ്പെടുകയാണ്. ദാറ്റ് മീൻസ് ഹി ബിലീവ്ഡ് ദാറ്റ് ഹിസ് കിങ്ഡം ലാസ്റ്റ് ഫോർ എവർ. തൻ്റെ രാജ്യം എന്നും നിലനിൽക്കുന്നതാണ്. അതാണ് താൻ ഒരു വിഗ്രഹം മൊത്തം സ്വർണം കൊണ്ടുണ്ടാക്കിയിരിക്കുകയാണ്. തിങ്കിങ് ദാറ്റ് ഹിസ് കിങ്ഡം വിൽ ലാസ്റ്റ് ഫോർ എവർ. അപ്പം തനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. ഈ കൈ തൊടാത്ത ഒരു കല്ല് സ്വർഗത്തിൽ നിന്ന് വന്ന് ഈ ബിംബത്തെ നശിപ്പിക്കുമെന്നുള്ളത് എന്താണെന്ന് പോലും തനിക്കൊരു ക്ലൂ പോലുമില്ല. ഈവൻ ദാനിയേലിന് പോലും ഒരു പക്ഷേ അതിനെക്കുറിച്ച് മനസ്സിലായിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണല്ലോ ദാനിയേലിൻ്റെ അവസാന പുസ്തകത്തിൽ ദാനിയേൽ ചോദിക്കുന്നു, ഇതിനെക്കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ ദാനിയേലിനോട് പറഞ്ഞു, ഇത് നിനക്കുള്ളതല്ല, നീ നിൻ്റെ വഴിക്ക് പോകാനായിട്ട് കൽപ്പന കിട്ടി. അപ്പം നോക്കിക്കേ, അപ്പോൾ തൻ്റെ വിചാരം എന്താണ്? ദാറ്റ് ഹി വാണ്ട്സ് ദിസ് കിങ്ഡം ടു ബി ഫോർ എവർ. അത് എല്ലാ ജാതീയ രാജാക്കന്മാരും അങ്ങനെ തന്നെ ചിന്തിക്കുന്നത്. എന്നാൽ ഇന്ന് ആത്മീയമായിട്ട് കർത്താവിൻ്റെ ഭാഗത്തേക്ക് വരുന്ന ഓരോരുത്തർക്കും, നമ്മളായിരിക്കുന്ന ലോകത്തിലുള്ള ഓരോ അവസ്ഥകളും, ഈവൻ നമ്മുടെ ഹാബിറ്റേഷൻ, നമ്മുടെ ഭവനം, നമുക്കുണ്ടായിരിക്കുന്ന എല്ലാ വസ്തുവകകളും, എന്തിനു പറയണം, നമുക്കുണ്ടായിരിക്കുന്ന ബന്ധങ്ങൾ, കുഞ്ഞുങ്ങൾ, നമുക്കുണ്ടായിരിക്കുന്ന സമ്പത്തുകൾ, ഇതെല്ലാം അനിത്യമാണ്, നിത്യമല്ല എന്നുള്ളൊരു ബോധമാണ് കർത്താവിൽ വിശ്വസിക്കുന്ന ഏവർക്കും ഉണ്ടാകുന്നത്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ഒരു ദിവസം ഈ ദുഷിച്ച ലോകത്തിൽ നിന്ന് നമ്മൾ ഇവിടുന്ന് പോകും, നമ്മൾ കർത്താവിൻ്റെ അടുക്കൽ എത്തിച്ചേരുമെന്നുള്ള പ്രത്യാശയാണ് ഇതിനെയെല്ലാം അനിത്യമെന്ന് കാണുവാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുന്നത്. അതേസമയം ദൈവം ആരാണെന്നും ദൈവത്തെക്കുറിച്ച് ഒരു ബോധവുമില്ലാത്ത നെബൂഖദ്നേസർ അങ്ങനെ ചിന്തിക്കുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. താൻ വിചാരിക്കുന്നത് താൻ ഇപ്പോൾ കഴിയുന്നത് പോലെ ലോകം തന്നെ throughout the generation his kingdom is going to last. പക്ഷെ നോക്കിക്കേ, അതാണ് അതിൻ്റെ അകത്ത് ഫൂളറി എന്ന് പറയുന്നത്. സോ he constructed an image. താൻ ഒരു വലിയ ഇമേജ് ഉണ്ടാക്കി, full of gold, thinking that his empire will last forever. ഇതിൻ്റെ അർത്ഥം ഇതാണ് പ്രൂവ് ചെയ്യുന്നത്. ഇത് ഇത്രയും കണ്ട് ദൈവത്തെക്കുറിച്ച് വലിയ പുകഴ്ത്തിയൊക്കെ പറഞ്ഞെങ്കിലും, ദാനിയേലിൻ്റെ ദൈവത്തെ പുകഴ്ത്തിയൊക്കെ പറഞ്ഞെങ്കിലും, ദാനിയേലിൻ്റെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞ 3 കാര്യങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി ഓർപ്പിക്കുക. എന്താണ് പറഞ്ഞത്? നിൻ്റെ ദൈവം ഗോഡ് ഓഫ് ഗോഡ്സ് ആണ്, ദേവാദിദേവനാണ്, ലോർഡ് ഓഫ് കിങ്സ്, രാജാതി രാജാവാണ്, ആൻഡ് എ റിവീലർ ഓഫ് മിസ്റ്ററീസ്, നിഗൂഢതകളുടെ അല്ലെങ്കിൽ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവമാണ്. നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് നമ്മൾ പലപ്പോഴും ചേർച്ചിൽ സാക്ഷ്യം കൊണ്ട് നമ്മൾ പലരും ഡിസീവ്ഡ് ആകാറുണ്ട്. ചിലരുടെ സാക്ഷ്യങ്ങൾ കേട്ടിട്ട് നമ്മൾ പറയും, ഭയങ്കര വിശ്വാസിയാണ്, അയാളുടെ സാക്ഷ്യം ഒന്ന് കേൾക്കണം. ഒരു കാര്യവുമില്ല. നെബൂഖദ്നേസറിൻ്റെ ലൈഫ് ഇത് റിവീൽ ചെയ്യുന്നതാണ്. നോക്കിക്കേ, ഇത് പറഞ്ഞിട്ട് 3-ാം അധ്യായം സ്റ്റാർട്ട് ചെയ്തപ്പോൾ അയാൾ എന്ത് ചെയ്തു? അയാളൊരു വിഗ്രഹം ഉണ്ടാക്കി. എവിടെയാണ് അയാൾക്ക് മാനസാന്തരം ഉണ്ടായത്? He was having zero repentance. His repentance was zero. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ലൈഫ്, നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത് നമ്മൾ ഈ പഴയ നിയമ കാലത്തെ ആളുകളെ
അവലോകനം ചെയ്യാനോ ഇപ്പം നമ്മൾ പ്രാർത്ഥനയിൽ ഓർത്തതുപോലെ കുറേ ജ്ഞാനം പ്രാപിക്കാനല്ല, ടു ഒബേ വാട്ട് ഗോഡ്സ് വേർഡ് റിവീൽസ് ആൻഡ് ടു അസ്. ദൈവത്തിൻ്റെ വചനം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് അനുസരിക്കുവാനാണ് ദൈവം ഇത് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം നോക്കിക്കുക, അതാണ് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്. സോ നെബൂഖദ്നേസർ തൻ്റെ ജീവിതത്തിൽ, തൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ ഈ 3-ാം അധ്യായത്തിൽ തനിക്കൊരു മാനസാന്തരം ഉണ്ടായിട്ടില്ല. ഇനിയും മറ്റൊരു കാര്യം കൂടി ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മൾ കാണുന്നു, നെബൂഖദ്നേസറിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പം താനൊരു ഇമേജ്, താനൊരു വിഗ്രഹം അവിടെ ഉണ്ടാക്കി. എന്നിട്ട് അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ താൻ ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. നോക്കുക, ദാനിയേലിൻ്റെ ദൈവത്തെ ഇത്രയൊക്കെ പുകഴ്ത്തി പറഞ്ഞ ആള് 2-ാമത്തെ വാക്യം വരുമ്പം താൻ എന്തുകൂടി ആഗ്രഹിക്കുന്നെന്ന് അവിടെ പറയുകയാണ്. 2-ാം വാക്യത്തിൽ നെബൂഖദ്നേസർ രാജാവ് പ്രധാന ദേശാധിപതിമാരും ശതാധിപന്മാരെയും ദേശാധിപന്മാരും ന്യായാധിപന്മാരും ഭണ്ഡാര വിചാരകന്മാരും മന്ത്രിമാരും നഗരാധിപന്മാരും സകല സംസ്ഥാന പാലകന്മാരും നെബൂഖദ്നേസർ രാജാവ് നിർത്തിയ ബിംബത്തിന് പ്രതിഷ്ഠയ്ക്ക് വന്നുകൂടുവാൻ ആളയച്ചു. ഇപ്പം നെബൂഖദ്നേസർ 2-മതായിട്ട് ചെയ്തത് കൊണ്ട് മാത്രം നിർത്തിയില്ല. ആ പ്ലെയിൻ ഭൂമിയിൽ ഈ സ്വർണ്ണ വിഗ്രഹം ഉണ്ടാക്കി വെച്ചിട്ട് ഒരു ബിഗ് സ്ട്രക്ചറാണ്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും, ഗവർണേഴ്സിനെയും, സെട്രപ്സിനെയും, പെർഫെക്ട്സിനെയും, ഗവർണേഴ്സിനെയും, കൗൺസിലേഴ്സിനെയും, ജഡ്ജസിനെയും, അവിടെ വലിയ പൊസിഷനിലിരിക്കുന്ന എല്ലാവരെയും അവിടെ കൊണ്ടുവന്നു. എന്തിനാ? ഇത് പ്രതിഷ്ഠിക്കാൻ. എന്നിട്ട് അങ്ങനെ വീണ്ടും 3-ാമത്തെ വാക്യത്തിൽ അങ്ങനെ പ്രധാന ദേശാധിപന്മാരും സ്ഥാനാപതിമാരും ദേശാധിപന്മാരും ന്യായാധിപന്മാരും ഭണ്ഡാര വിചാരകന്മാരും മന്ത്രിമാരും നഗരാധിപന്മാരും സകല സംസ്ഥാന പാലകന്മാരും നെബൂഖദ്നേസർ രാജാവ് നിർത്തിയ ബിംബത്തിൻ്റെ പ്രതിഷ്ഠയ്ക്ക് വന്നുകൂടി നെബൂഖദ്നേസർ നിർത്തിയ ബിംബത്തിൻ്റെ മുമ്പാകെ നിന്നു. അപ്പോൾ ഘോഷകൻ, അവിടെ ഒരാളുണ്ടായിരുന്നു, ഇതിനെ മേൽനോട്ടം വഹിക്കുന്ന ആള്. അപ്പോൾ ഘോഷകൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, വംശങ്ങളും ജാതികളും ഭാഷയുമായുള്ളവരെ, നിങ്ങളോട് കൽപ്പിക്കുന്നത് എന്തെന്നാൽ, കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം മുതലായ സകലവിധ വാദ്യനാദവും കേൾക്കുമ്പോൾ നിങ്ങൾ വീണ് നെബൂഖദ്നേസർ രാജാവ് നിർത്തിയിരിക്കുന്ന സ്വർണ്ണബിംബത്തെ നമസ്കരിക്കണം. ഇതാണ് രാജാവിൻ്റെ കൽപ്പന. ആ ഘോഷകൻ പറയുക എന്ന് പറഞ്ഞാൽ ഘോഷകൻ്റെ സ്വന്തം ഇഷ്ടമല്ല, രാജാവിൻ്റെ ഇഷ്ടമാണ്, രാജാവിൻ്റെ ആഗ്രഹമാണ് ഈ വിഗ്രഹത്തെ ആരാധിക്കുക. നെബൂഖദ്നേസർ ഉയർത്തി വെച്ചിരിക്കുന്ന ഈ വിഗ്രഹത്തെ ആരാധിക്കുക എന്ന് ഘോഷകൻ സകല ആളുകളോടും വന്നുകൂടിയ പ്രതിഷ്ഠയ്ക്ക് വന്ന സകലരോടും പറയുകയാണ്. ഇവിടെ കാഹളങ്ങളും മ്യൂസിക്സും ഒക്കെ തുടങ്ങുമ്പോൾ ഓരോരുത്തരും ഇതിനെ സാഷ്ടാംഗം വീണ് നമസ്കരിക്കണം. ദാറ്റ് മീൻസ് നെബൂഖദ്നേസർ ഇപ്പോൾ എന്താണ് ആവശ്യപ്പെടുന്നത്, ആഗ്രഹിക്കുന്നത്? ഹി വാസ് ആക്ച്വലി ഡിസയറിങ് വർഷിപ്പ്, അല്ലേ? താൻ അവിടെ ഒരു ദൈവമാകാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. സോ ഇതിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നെബൂഖദ്നേസറിന് ദൈവം ഇത് ദൈവം ഈ സ്വപ്നത്തിലൂടെ വെളിപ്പെടുത്തി കൊടുത്തത് വരാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. അപ്പം തൻ്റെ ഭരണവും തുടർന്നുള്ള ഭരണങ്ങളും എല്ലാം വന്ന് അവസാനം ഉയരത്തിന്നൊരു കല്ല് വന്ന് വീണ് ഈ സകല ഭരണത്തെ നശിപ്പിച്ച് ഈ ഭൂമി മൊത്തവും കർത്താവിൻ്റെ ഭരണത്താലായിത്തീരും. അതിലേക്കാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത്. എന്നാൽ അതിന് മുന്നോടിയായിട്ട് കുറേ സംഭവങ്ങൾ ഇവിടെ നടക്കും. സോ നമ്മൾ വെളിപാട് പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ എതിർ ക്രിസ്തുവിൻ്റെ ഭരണം ഈ ഭൂമിയിൽ, അല്ലെ അതിൻ്റെ വാഴ്ച, ആ വാഴ്ചയുടെ തുടക്കം കുറിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നെബൂഖദ്നേസറിൻ്റെ ഈ ഒരു സ്വഭാവം we can also find in the Antichrist reign. അതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിൽ നമുക്ക് ഇതേ കാര്യം തന്നെ കാണുവാനായിട്ട് സാധിക്കും. ജാതികളുടെ
യെരുശലേം ജാതികളിൽ ഭരിക്കാൻ തുടങ്ങിയതാണല്ലോ ഈ നെബൂഖദ്നേസറിൻ്റെ കാലയളവ്. ഈ നെബൂഖദ്നേസറിൻ്റെ ഭരണം സ്റ്റാർട്ട് ചെയ്തത് ഒരു വിഗ്രഹാരാധനയിലാണെങ്കിൽ നമുക്ക് വെളിപാട് പുസ്തകത്തിൽ നിന്നും 2-3 വചനങ്ങൾ വായിച്ചിട്ട് ഈ എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിൽ എങ്ങനെ ആയിരിക്കുമെന്നും കൂടി ഒന്ന് നോക്കാം. വെളിപാട് പുസ്തകം 13-ാം അധ്യായത്തിലേക്ക് വരുമ്പം നമ്മൾ 12-13 അധ്യായത്തിലാണ് ഈ എതിർ ക്രിസ്തുവിനെക്കുറിച്ചും കള്ളപ്രവാചകന്മാരെക്കുറിച്ചും ഒക്കെ എഴുതി വച്ചിരിക്കുന്നത്. എന്നാൽ അങ്ങനെ ഒരു പേരൊന്നും അവിടെ എഴുതി വച്ചിട്ടില്ല. നമ്മൾ മറ്റ് ചില വചനങ്ങളിലൂടെയായി ഈ പേര് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. നമുക്ക് 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നു, വെളിപാട് പുസ്തകം 13-ാം അധ്യായം. അവിടെ നമ്മൾ കാണുന്നു, അപ്പോൾ 13-ന്റെ 1-ാമത്തെ വചനം ഞാൻ വായിക്കാം. അപ്പോൾ 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, തലയിൽ ദൂഷണനാമവുമുള്ളൊരു മൃഗം സമുദ്രത്തിൽ നിന്നും കയറുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഇവിടെ യോഹന്നാൻ കാണുന്ന ഒരു കാഴ്ചയാണ്. എവിടുന്ന് വരുന്നതാണ്? സമുദ്രത്തിൽ നിന്നും ഒരു മൃഗം കടന്നു വരുന്നതായിട്ട് കണ്ടു. ഞാൻ കണ്ട മൃഗം, ഇനിയും ആ മൃഗത്തിൻ്റെ കുറേ കാര്യങ്ങളെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. മൃഗം പുള്ളിപ്പുലിക്ക് സദൃശ്യവും അതിൻ്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ് സിംഹത്തിൻ്റെ വായ് പോലെയും ആയിരിക്കുന്നു. അതിന് മഹാസർപ്പം തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരം കൊടുത്തു. അപ്പോൾ ഇവിടെ ഒരു മഹാസർപ്പത്തെക്കുറിച്ച് ഇതിൻ്റെ തൊട്ടുമേടിൽ പറയുന്നു 12-ാം അധ്യായത്തിൽ. ഡ്രാഗൺ അല്ലെങ്കിൽ മഹാസർപ്പം, അതാണ് സാത്താൻ. ഈ സാത്താൻ്റെ ഫിസിക്കലായിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷനാണ് 13-ാം അധ്യായത്തിൽ കാണുന്ന ആദ്യത്തെ മൃഗമെന്ന് പറയുന്നത്. ഈ ആദ്യത്തെ മൃഗത്തിൻ്റെ രീതിയാണ്, ഫിസിക്കൽ അപ്പിയറൻസിനെ കുറിച്ചാണ് യോഹന്നാൻ കാണുന്നത്. എന്നിട്ട് 3-ാമത്തെ വാക്യം, അതിൻ്റെ തലകളിൽ ഒന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. അതിൻ്റെ മരണകരമായ മുറിവ് പൊറുത്തുപോയി. സർവഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. മൃഗത്തിന് അധികാരം കൊടുത്തതുകൊണ്ട് അവർ മഹാസർപ്പത്തെ നമസ്കരിച്ച് മൃഗത്തോട് തുല്യൻ ആര്, അതിനോട് പൊരുതുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞ് മൃഗത്തെയും നമസ്കരിച്ചു. നോക്കിക്കാണും ഇവിടെ എങ്ങനെയാണ് ആ ഒരു വർഷിപ്പ് പോകുന്ന പോക്ക് നോക്കണം. ആദ്യമേ മഹാസർപ്പം അല്ലെങ്കിൽ സാത്താൻ, ഓൾറെഡി നമുക്കറിയാം. ഞാൻ എല്ലാ വേഴ്സസും എടുക്കുന്നില്ല, കാരണം നമ്മളിത് വളരെ ഡീറ്റെയിൽഡായിട്ട് പിന്നീട് പഠിക്കും. ദാനിയേലിൻ്റെ പുസ്തകം പഠിക്കുമ്പോഴും അതുപോലെ വെളിപാട് പുസ്തകങ്ങളും കൂടെ പഠിക്കുമ്പോൾ നമ്മളിത് വളരെ ഡീറ്റെയിൽഡായിട്ട് പഠിക്കേണ്ട കാര്യമാണ്. പക്ഷെ എന്നിരുന്നാലും ഈ മഹാസർപ്പം എന്ന് പറയുന്നത് സാത്താനാണ്. സാത്താൻ അധികാരം കൊടുത്തു ഈ ആദ്യത്തെ മൃഗത്തിന്. ഈ ആദ്യത്തെ മൃഗത്തിനൊരു പ്രത്യേകത പറഞ്ഞേക്കുന്നത്, ആ മൃഗം മുറിവേറ്റത് വലിയൊരു ആഴത്തിൽ മുറിവുണ്ടായി, പക്ഷെ ഉണങ്ങിയിരിക്കുന്നു. ആ മൃഗത്തിന് അധികാരം കൊടുത്ത പിശാചിനെ ആളുകൾ ആരാധിക്കുന്നു. അങ്ങനെയാണ് അവിടെ പറയുന്നത്. മൃഗത്തിന് അധികാരം കൊടുത്തതുകൊണ്ട് അവർ സർപ്പത്തെ നമസ്കരിച്ചു. അങ്ങനെയാണ് ദേ വർഷിപ്ഡ്. അപ്പം ഇവിടെയുള്ള ആളുകൾ മൃഗത്തോട് തുല്യനാർ, അവർ മഹാസർപ്പത്തെ നമസ്കരിച്ചു. മൃഗത്തോട് തുല്യനാർ, അതിനോട് പൊരുതുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞ് മൃഗത്തെയും നമസ്കരിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ. എന്നാൽ ഈ മൃഗത്തെക്കുറിച്ച് പറയുന്നത്, മൃഗത്തിന് 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇത് സ്പെസിഫിക് ആയിട്ടൊരു ഫിസിക്കൽ ആള് തന്നെയാണ്. ദാറ്റ് ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ ഡെവിൾ. മഹാസർപ്പമായിരിക്കുന്ന പിശാചിൻ്റെ ഒരു ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻ ആയിട്ട് തന്നെയാണ്, ഒരു വ്യക്തി തന്നെയാണ്. ആ വ്യക്തിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അയാളെ ഒരു പൊളിറ്റിക്കലി അക്സെപ്റ്റബിൾ പേഴ്സൺ ആയിരിക്കും. അതാണ് ഈ രാജമുടിയും ഒക്കെ എന്ന് പറയുന്നത്. സോ he is going to be a politically influential person. വളരെ അതാണ് ആ പൊളിറ്റിക്കലി ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും ആ മനുഷ്യൻ. എന്നാൽ ഇനിയും 11-ാമത്തെ വാക്യത്തിൽ മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത്, രണ്ടാമത് മറ്റൊരു മൃഗത്തെക്കുറിച്ച് പറയുന്നു. ഞാൻ കണ്ടു, അതിന് കുഞ്ഞാടിന് ഉള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്നു.
അത് മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു. അത് ഒന്നാമത്തെ മൃഗത്തിൻ്റെ മുമ്പാകെ അതിൻ്റെ അധികാരമെല്ലാം നടത്തി ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുറിവ് പുറത്തുപോയ ഒന്നാം മൃഗത്തെ നമസ്കരിക്കുമാറാക്കുന്നു. അപ്പോൾ ഈ രണ്ടാം മൃഗം എന്ന് പറയുന്ന ഒന്നും കൂടെ പ്രത്യക്ഷപ്പെട്ടു. ഈ മൃഗത്തിൻ്റെ ജോലി എന്താണ്? ഈ ഒന്നാം മൃഗത്തെ നമസ്കരിക്കുക എന്നുള്ളതാണ്. മനുഷ്യർ കാണുക ആകാശത്തു നിന്ന് ഭൂമിയിൽ തീ ഇറക്കുമാറ് വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും, ഇനിയും പറയുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്, മൃഗത്തിൻ്റെ മുമ്പിൽ പ്രവർത്തിക്കുവാൻ തനിക്ക് ബലം കെട്ടിയ അടയാളങ്ങൾ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കുവാൻ ഭൂമി നിവാസികളോട് പറയുകയും ചെയ്യുന്നു. മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കേണ്ടതിന് മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലിക്കേണ്ടതിന് മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുക്കുവാൻ അതിന് ബലം ലഭിച്ചു. നോക്കിയേ, ഇതാണ് ആ ഒരു രീതി, ആ വേർഷിപ്പ് പോലെ നോക്കുക. ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത് മഹാസർപ്പമായ പിശാചിന് അധികാരം കെട്ടി ഒരു ഒന്നാം മൃഗം അവിടെ പ്രത്യക്ഷപ്പെടുന്നു. ഒന്നാം മൃഗത്തിന് മുറിവേറ്റ് ഉണങ്ങിയിരിക്കുന്നു. രണ്ടാമത് മറ്റൊരു മൃഗത്തെ കാണുന്നു. ആ രണ്ടാമത്തെ മൃഗം ചെയ്യുന്ന റോൾ എന്താ? ഒന്നാം മൃഗത്തിന് ഒരു ബിംബമുണ്ടാക്കി ഭൂവാസികളെ മൊത്തവും തെറ്റിച്ച് അതിനെ ആരാധിക്കാൻ നടത്തുകയാണ്. നമ്മളിത് വായിക്കുമ്പം ഒന്ന് ശ്രദ്ധിക്കണം, ഇവിടെ പിശാച് ചെയ്യുന്ന ഒരു മിമിക്കിംഗ് പരിപാടിയാണ്. ഈ ലോകത്തിൽ നമ്മൾ കർത്താവിനെ ഈ ഭൂമിയിൽ വെച്ച് അറിഞ്ഞില്ലെങ്കിൽ, ദൈവം തരുന്ന ഈ സമയത്ത് ക്രിസ്തുവിനെക്കുറിച്ചുള്ള ജ്ഞാനം നമ്മളിൽ ഇല്ല എങ്കിൽ നമ്മൾ തെറ്റിപ്പോകുന്നതിൽ ഒരു അതിശയം ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് നമ്മളോട് പറഞ്ഞേക്കുന്നത്, ഈ ലോകത്തിൻ്റെ മാലിന്യത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ എങ്ങനെ സാധിക്കത്തുള്ളൂ? ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ. അതിലൂടെയാണ് നമ്മൾ ഈ ലോകത്തിൻ്റെ മാലിന്യത്തിൽ നിന്ന് മാറേണ്ടത്. ഇവിടെ നോക്കിക്കേ, ഇവിടെ ആ നെബൂഖദ്നേസർ ഒരു ബിംബമുണ്ടാക്കി. ആ ബിംബത്തെ എല്ലാവരും അതിൻ്റെ പ്രതിഷ്ഠയ്ക്ക് വിളിച്ചു. അത് കുറേ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് പ്രയോഗിക്കുമ്പോൾ, അത് ഒച്ച ചെയ്യുമ്പോൾ, അത് പ്ലേ ചെയ്യുമ്പോൾ എല്ലാവരും വീണതിനെ നമസ്കരിക്കണമെന്ന് പറഞ്ഞു. എക്സാക്ട്ലി ആ ഒരു ആൻറ്റിക്രൈസ്റ്റ്, ഇവിടെ ഇത് പറയുന്നത് ഒരു ആൻറ്റിക്രൈസ്റ്റിനെ കുറിച്ചാണ്. ആൻറ്റിക്രൈസ്റ്റ് റൂളാണ്. ഇതിൻ്റെ ഒരു നിഴലാണ് നമ്മൾ പഴയ നിയമത്തിൽ നെബൂഖദ്നേസറിൻ്റെ വാഴ്ചയിൽ കണ്ടത്. സോ ഇനി നമുക്ക് ഒരു വേർഡും കൂടെ വായിക്കാം. കർത്താവ് പറഞ്ഞ ഒരു കാര്യം. ഇപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ആൻറ്റിക്രൈസ്റ്റ് എന്നോ അല്ലെങ്കിൽ ഒന്നും ഫോൾസ് പ്രോഫറ്റ് എന്നോ ഒന്നും പറയുന്നില്ല. പക്ഷേ കർത്താവിൻ്റെ വാക്കുകളിലൂടെയാണ് നമ്മൾ ഈ രണ്ടും, ഒന്നാം മൃഗവും രണ്ടാം മൃഗവും എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വചനം ഒന്ന് വായിക്കാം. മത്തായി 24-ന്റെ 24-ാമത്തെ വചനം. മത്തായി 24-ന്റെ 24-ാമത്തെ വചനം ഇങ്ങനെ പറയുകയാണ്: കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃദ്ധന്മാരെ തെറ്റിക്കാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. ഇപ്പം നമ്മൾ വെളിപാട് പുസ്തകത്തിൽ വായിച്ചത്, രണ്ടാം മൃഗം ഒന്നാം മൃഗത്തിൻ്റെ പ്രസൻസിൽ നിന്നുകൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ച് ഭൂവാസികളെ ഒക്കെയും തെറ്റിക്കുകയും ഒന്നാം മൃഗത്തിൻ്റെ വിഗ്രഹമുണ്ടാക്കി അതിനെ നമസ്കരിക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഇത് തന്നെയാണ് കർത്താവ് ഈ 24-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം എന്ന് പറയുമ്പം, 24-ാം അധ്യായത്തിൽ എന്താണ്? ഒരു ചോദ്യത്തിൻ്റെ മറുപടിയായിട്ട് പറയുന്ന പ്രസംഗമാണ് കർത്താവിൻ്റെ ഒരു സെർമണാണ്. കർത്താവിനോട് ചോദിച്ചത്, ലോകം അതിൻ്റെ മൂന്നാം വാക്യം വായിക്കുമ്പം നമുക്കവിടെ മനസ്സിലാക്കാൻ പറ്റും. ശിഷ്യന്മാർ വന്ന് അവൻ്റെ അടുക്കൽ വന്ന്, നീ അത് എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. അതിന് കർത്താവ്, നമ്മളെപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, കർത്താവ് പറഞ്ഞു തുടങ്ങിയത് നിങ്ങളെ തെറ്റിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞാണ് ആ പാസേജ് തുടങ്ങുന്നത്. ആ അവസാനത്തെക്കുറിച്ച് പറയുമ്പോൾ 24-ാമത്തെ അധ്യായത്തിൽ വാക്യത്തിൽ വരുമ്പോൾ പറയുകയാണ്, കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃദ്ധന്മാരെ തെറ്റിക്കാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുകയും.
കാണിക്കും. ഓർത്തുകൊള്ളുവിൻ, ഞാൻ മുമ്പ് കൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ഇതൊരു വാർണിംഗ് ആയിട്ട് കർത്താവ് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വാർണിംഗ് ആയിട്ട് നമുക്ക് ഓരോരുത്തർക്കും തന്നിരിക്കുകയാണ്. അതായത് ഇപ്പം നമ്മൾ വെളിപാട് പുസ്തകത്തിൽ വായിക്കുന്ന ഒരു ഫിസിക്കൽ മാനിഫെസ്റ്റേഷന് മുമ്പ് തന്നെ ഈ കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും ഉണ്ടാകും. അപ്പോൾ കള്ളക്രിസ്തു ഉണ്ട്, അല്ലെങ്കിൽ അതിനെ നമ്മൾ ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറയുന്നത്, എതിർ ക്രിസ്തു എന്ന് പറയുന്നത്, അതുപോലെ കള്ളപ്രവാചകന്മാരും ഉണ്ടാവും. ഇവിടെ ഈ 13-ാം അധ്യായത്തിൽ ഇപ്പം നമ്മൾ വായിച്ച 2 മൃഗങ്ങൾ, ഒന്ന് ആൻറ്റി ക്രൈസ്റ്റും എതിർ ക്രിസ്തുവും, 2 കള്ളപ്രവാചകനും. ഇനിയും ഇവരെ എല്ലാം ഭരിക്കുന്ന ആളാണ് മഹാസർപ്പമാകുന്ന പിശാച്. അപ്പം നമ്മൾ ഓർക്കും, ഈ 3 പേരും ഇനിയും, അല്ലെങ്കിൽ ഈ 2 പേരും ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറയുമ്പോഴും കർത്താവ് പറഞ്ഞ ഒരു വാക്ക് ശ്രദ്ധിച്ച നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അവിടെ ഉപയോഗിച്ചത് പ്ലൂറലാണ്, ഇറ്റ്സ് നോട്ട് സിംഗുലർ. ഫോർ ഫാൾസ് ക്രൈസ്റ്റ്, സിംഗുലർ അല്ല, പ്ലൂറൽ, ക്രിസ്തുക്കൾ. ആൻഡ് ഫാൾസ് പ്രോഫറ്റ്സ്, ഇറ്റ്സ് നോട്ട് പ്രൊഫറ്റ്. എന്ന് പറഞ്ഞാൽ ഈ സഭായുഗം നടക്കുമ്പോൾ തന്നെ ഈ കള്ളപ്രവാചകന്മാരും കള്ളക്രിസ്തുക്കളും ഈ ഭൂമിയിൽ ധാരാളമായിട്ട് വർദ്ധിച്ച് ഫൈനലി ഇറ്റ് വിൽ കം ടു ദിസ് പോയിന്റ്. ഫൈനലി ഈ വെളിപാട് പുസ്തകം 13-ാം അധ്യായത്തിൽ വരും. ആ സമയം കൊണ്ട് കർത്താവിൻ്റെ ജ്ഞാനമില്ലാത്തവർ, കർത്താവിനെ നോളജിൽ മനസ്സിലാക്കാത്തവർ എല്ലാവരും ഇവരുടെ ഈ വിഗ്രഹത്തിൻ്റെ അടിമപ്പെട്ടു പോകും, ഡിസീവ്ഡ് ആകും. ദേ വിൽ ബി thoroughly deceived. ഇപ്പം ഈ വെളിപാട് പുസ്തകം 13-ൽ പറയുന്ന 1-ാം മൃഗവും 2-ാം മൃഗവും അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നെബൂഖദ്നേസറിൻ്റെ കാലത്ത് അദ്ദേഹം ആവശ്യപ്പെട്ടത് ഈ വർഷിപ്പാണ്. ഇപ്പം ഞാൻ ഈ പറഞ്ഞുകൊണ്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ, സൈറ്റൻ മിമിക് ചെയ്യുകയാണ്. സൈറ്റന് പണ്ടേ ഉള്ള ഒരു കാര്യം ദൈവത്തെ പോലെ ആകണമെന്നാണ്. ഇപ്പം നോക്കിക്കുക, സൈറ്റൻ്റെ കീഴിൽ വരുന്ന 1-ാം മൃഗം മുറിവേറ്റവനെ പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ എന്തിനെയാണ് മിമിക് ചെയ്യുന്നത്? അത് കണ്ടിട്ട് ലോകം ആശ്ചര്യപ്പെട്ടെന്നാണ് നമ്മൾ വായിക്കുന്നത്. അതിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനത്തിൽ മൃഗത്തിന് അധികാരം കൊടുത്തുകൊണ്ട് അവൻ മഹാസർപ്പത്തെ നമസ്കരിച്ചു. മൃഗത്തോട് തുല്യനാർ, അതിനോട് പൊരുതുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞ് മൃഗത്തെ നമസ്കരിച്ചു. ഒന്ന് മഹാസർപ്പത്തെ നമസ്കരിക്കുന്നു, ഈ മൃഗത്തോട് തുല്യനാർ. ഇത് നമ്മളെവിടെയാണ് കേൾക്കുന്നത്? ഇതേ രീതി നമുക്ക് ഉണ്ട് അല്ലേ? പിതാവായ ദൈവം, പുത്രൻ മുറിവേറ്റവനായി, പുത്രൻ നമുക്ക് വേണ്ടി മരണപ്പെട്ടു, നമ്മുടെ പാപത്തിനു വേണ്ടി മുറിവേറ്റവൻ, ഉയർത്തെഴുന്നേറ്റ് നമുക്ക് വേണ്ടി ജീവിക്കുന്നവൻ. ഇന്ന് നമ്മൾ ഗ്ലോറിഫൈ ചെയ്യുന്നത് പുത്രൻ മുഖാന്തരം പിതാവിന് മഹത്വം കരയറ്റുകയാണ്. നോക്കിക്ക്, അതേ വർഷിപ്പ് ഇവിടെ പിശാച് എമുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക, അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. നോക്ക്, ഇന്ന് നമ്മളിൽ അങ്ങനെ ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. നമ്മൾ ചെന്ന് പെട്ടുന്ന എല്ലാം ശരിയാണെന്ന് നമ്മൾ വിചാരിക്കരുത്. ഒരു പക്ഷെങ്കിൽ നമ്മൾ ചെയ്യുന്നതും ഇതേ കാര്യം തന്നെ ആയിരിക്കാം. അതുകൊണ്ടാണ് നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി ഈ ഭൂമിയിൽ ജീവിക്കണമെന്ന് ദൈവം ആവശ്യപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തെ നമ്മളിന്ന് ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഒരു കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് അതിലേക്കാണ് ലോകം അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചതാണ്. എന്നിട്ട് അതിൻ്റെ ഈ 3-ാമത്തെ വാക്യത്തിൽ ഇപ്പം അതിൻ്റെ തലകളിൽ ഒന്നും മരണകരമായി മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. അതിൻ്റെ മരണകരമായ മുറിവ് പുറത്തുപോയി, സർവഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. ആൻഡ് ദ ഹോൾ എർത്ത് വാസ് എമേസ്ഡ്. ആൻഡ് ഇംഗ്ലീഷിൽ ഒരു പദം കൂടിയുണ്ട്, ആൻഡ് ഫോളോഡ് ആഫ്റ്റർ ദ ബീസ്റ്റ്. നോക്കിക്കേ, ഇത് ക്രൈസ്റ്റിന് സിമിലർ ആയിട്ടും. ഇനി 2-ാം മൃഗം എന്താ ചെയ്യുന്നത്? 2-ാം മൃഗം 1-ാം മൃഗത്തിനെ ആരാധിക്കാനായിട്ട് പ്രേരിപ്പിക്കുകയാണ്. എക്സാക്ട്ലി ഹോളി സ്പിരിറ്റിന് നമ്മളിൽ ചെയ്യുന്ന കാര്യം, ടു ഗ്ലോറിഫൈ ജീസസ്. ലുക്ക്, ഇതാ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. നമ്മുടെ ട്രൂത്തിന് പാരലായിട്ട് എപ്പോഴും പിശാച് ഒരു ഡിസെപ്ഷൻ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. അവൻ്റെ ഒരൊറ്റ ഉദ്ദേശം ഡിസീവ് ചെയ്യുക എന്നുള്ളതാണ്. ഈ കാലയളവിൽ നമുക്കതുകൊണ്ടാണ് ചേർച്ചിൽ എപ്പോഴും എൻകറേജ് ചെയ്യുന്നത്, സ്റ്റഡി ദ വേർഡ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ വചനം പഠിക്കുക, ദൈവത്തിൻ്റെ വചനം, കർത്താവിൻ്റെ ജ്ഞാനം
പ്രാപിക്കുക. കാരണം ഈ ജ്ഞാനത്തിലൂടെ മാത്രമേ ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടുവാൻ നമ്മളെ കൊണ്ട് സാധിക്കത്തുള്ളൂ. നമ്മൾ വെറുതെ നമ്മുടെ സമയം കളഞ്ഞിട്ട് നമ്മൾ ഇവിടെ വന്ന് ഡിസീവ്ഡ് ആയാൽ നമുക്കവിടെ ആരെയും കുറ്റപ്പെടുത്താൻ കഴിയുകയില്ല. നമ്മൾ തന്നെയായിരിക്കും നമ്മുടെ കാരണക്കാരൻ. അതുകൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം നമുക്ക് ഒരു കാര്യം കൂടി ഈ ആൻറ്റി ക്രൈസ്റ്റിനെ കുറിച്ച് നോക്കാം. നമുക്ക് ഈ 2 വാക്യം കൊണ്ട് ഇത് നിർത്താം. നമുക്കൊന്ന് യോഹന്നാനകത്ത് വരുമ്പോൾ അപ്പോൾ ഈ വെളിപാട് പുസ്തകത്തിൽ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം, ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറഞ്ഞൊരു വാക്ക് ഇതിനകത്ത് എവിടെയില്ല. പക്ഷെ കർത്താവിൻ്റെ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത് ആൻറ്റി ക്രൈസ്റ്റുമുണ്ട്, കള്ളപ്രവാചകനുമുണ്ട്. പിന്നീട് നമ്മൾ കാണുന്ന ഈ 1-ാം മൃഗത്തെയും 2-ാം മൃഗത്തെയും പിടിച്ചു കെട്ടി ലേക്കിലിടുന്നു. അവസാനം മഹാസർപ്പത്തെയും പിടിച്ച് അവരുടെ കൂട്ടത്തിൽ ഇടുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്നും പോകുന്നില്ല. നമുക്കിന്ന് ഈ ഒരു ആൻറ്റി ക്രൈസ്റ്റ് എന്താണെന്നുള്ളതും കൂടെ നോക്കാം. കുറച്ചുകൂടി ഒരു ഗ്ലിംസ് നമുക്കുണ്ടാകണം. അതിന് ഒന്നാമതായിട്ട് 1 യോഹന്നാനിലാണ് ഈ എതിർ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇവിടെ ആരാണ് ഈ ആൻറ്റി ക്രൈസ്റ്റ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. കാരണം നമ്മളിത് അറിയണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് കർത്താവിനെ അനുഗമിക്കേണ്ട നമ്മളുടെ ഇഗ്നറൻസ് കാരണം നമ്മൾ തെറ്റായ ദിശയിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. നമുക്കൊന്ന് യോഹന്നാൻ അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വചനം ഒന്ന് വായിക്കാം. 2 മുതൽ. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് തന്നെ. യേശുവിനെ ദൈവത്തിൽ നിന്നും വരുന്നു എന്ന് കൺഫസ് ചെയ്യാത്ത എല്ലാവരും ദേ ആർ ദ സ്പിരിറ്റ് ഓഫ് ആൻറ്റി ക്രൈസ്റ്റ്. അത് എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവാണ്. എന്നിട്ട് അതിനെക്കുറിച്ച് പറയുകയാണ്, എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് തന്നെ. അത് വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അത് ഇപ്പോൾ തന്നെ ലോകത്തിലുണ്ട്. ഇത് 1 യോഹന്നാൻ എഴുതുന്ന സമയത്ത് പറയുകയാണ്, ഇപ്പോൾ തന്നെ ഈ സ്പിരിറ്റ് ഇവിടെ ഉണ്ട്. സോ നമ്മൾ മനസ്സിലാക്കണം. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ കാലഘട്ടത്തിലും ഈ സ്പിരിറ്റ് ഉണ്ട്. ഇതിൻ്റെ ഒരു ഫിസിക്കൽ മാനിഫെസ്റ്റേഷനാണ് വെളിപാട് പുസ്തകത്തിൽ 1-ാം മൃഗവും 2-ാം മൃഗവുമായിട്ട് കാണുന്നത്. പക്ഷേ ഇപ്പോഴും ഈ ആൻറ്റി ക്രൈസ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. എങ്ങനെ നമ്മൾ തിരിച്ചറിയും? ഒന്ന് ഇവിടെ പറയുന്നു, യേശു ക്രിസ്തു അല്ലേ, യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവാണ്. ദാറ്റ് ദ സ്പിരിറ്റ് ദാറ്റ് ഡസ് നോട്ട് കൺഫസ് ജീസസ് ഈസ് നോട്ട് ഫ്രം ഗോഡ്. യേശു ദൈവത്തിൽ നിന്നല്ല എന്ന് കൺഫസ് ചെയ്യുന്ന ആളുകൾ എല്ലാം എതിർ ക്രിസ്തുവിൻ്റെ സ്പിരിറ്റ് ഉള്ളവരാണ്. ഇത് നമുക്ക് ഏറെക്കുറെ മനസ്സിലാക്കാവുന്നതുള്ളൂ അല്ലേ. യേശുവിനെ അംഗീകരിക്കാത്തവർ, യേശു ക്രിസ്തുവിനെ വിശ്വസിക്കാത്തവർ, ഈവൻ ക്രിസ്ത്യൻസ് പോലും യേശു ക്രിസ്തുവിൻ്റെ വരവോ യേശു ക്രിസ്തുവിൻ്റെ 1-ാം വരവ് വിശ്വസിക്കാത്ത ക്രിസ്ത്യാനികളുണ്ട്. ഇനിയും 2-ാം വരവ് വിശ്വസിക്കാത്ത ഒരു നല്ല ശതമാനം ക്രിസ്ത്യാനികളുണ്ട്. വന്നു എന്ന് വിശ്വസിക്കുന്നവരാണ്, പാപത്തിന് വേണ്ടി മരിച്ചു എന്നൊക്കെ വിശ്വസിക്കുന്നവരാണ്. പക്ഷേ മെനി ക്രിസ്ത്യൻസ്, ഇന്നത്തെ ഏറ്റവും വലിയ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യമായി, ഈവൻ മെനി ചേർച്ചസ് പറയുന്നത് ഈ റിസറക്ഷൻ എന്നൊക്കെ പറയുന്ന ഒരു ഫെയറി ടെയിലായിട്ടാണ്. കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അത് ഇല്ല എന്ന് വിശ്വസിക്കുന്നെങ്കിൽ, ഈ ഒരു ഭാഗത്തേക്ക് അവർ ഇല്ല എന്ന് വിശ്വസിക്കുന്നെങ്കിൽ, കർത്താവ് പറഞ്ഞതിനെ നിരാകരിക്കുന്നെങ്കിൽ, അവൻ്റെ ഉള്ളിൽ ആൻറ്റി ക്രൈസ്റ്റാണ്, എതിർ ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത്, അത് ഇപ്പോഴേ വ്യാപരിക്കുന്നു. ഒരു സുപ്രഭാതത്തിൽ വെളിപ്പെടാനിരിക്കുന്നതിനെ അല്ല. നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം, നമ്മൾ ആ കൂട്ടത്തിലാകാനും പാടില്ല. അങ്ങനെയുള്ളവരെ അതിൽ നിന്ന് വലിച്ചെടുക്കാനായിട്ട് ദൈവം നിയോഗിച്ചിരിക്കുന്നതാണ് നമ്മളെ ഓരോരുത്തരെയും. ദൈവം നമുക്ക് സത്യത്തെ തന്നേക്കുന്നത് അങ്ങനെയുള്ളവരെ അതിൽ നിന്ന് പിടിച്ചെടുക്കുവാനായിട്ടാണ്. നമുക്ക് വായിക്കാം, തുടർന്ന് വായിക്കാം. അതിൻ്റെ ഇപ്പം നമ്മൾ വായിച്ചത് അതിൻ്റെ 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യമാണ് ഈ ആൻറ്റി ക്രൈസ്റ്റ് എന്തുവാണെന്നുള്ളത് പറഞ്ഞത്. പിന്നെ നമുക്ക്
1 യോഹന്നാൻ 2-ാം അധ്യായത്തിൽ വരുമ്പോൾ വീണ്ടും അവിടെയും പറയുന്നുണ്ട്, കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു. നോക്കൂ, യോഹന്നാൻ പറയുന്നത് 2000 ഓൾമോസ്റ്റ് 2000 ഇയേഴ്സ് ബാക്ക്, 2000 കൊല്ലം മുമ്പേ താൻ പറയുകയാണ് ഇറ്റ് ഈസ് ദ ലാസ്റ്റ് അവർ. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ എതിർ ക്രിസ്തു വരുന്നുവെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഈ യോഹന്നാനാണ് വെളിപാട് പുസ്തകം എഴുതുന്നത്. കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അനേകം എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കയാൽ അന്ത്യനാഴിക എന്ന് നമുക്കറിയാം. ഇപ്പോൾ അനേക എതിർ ക്രിസ്തുക്കൾ ഉണ്ടായിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ഇതിൻ്റെ ഒരു ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻ അന്ന് 1-ാം മൃഗമായിട്ടും 2-ാം മൃഗമായിട്ടും അവതരിക്കുമ്പോഴും അതിനു മുന്നോടിയായിട്ട് ഇന്ന് ലോകത്തെമ്പാടും എതിർ ക്രിസ്തുക്കൾ ഉണ്ടാവും. എന്നിട്ട് അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, അവരെവിടുന്ന് ഉത്ഭവിക്കുമെന്ന് പറയുന്നു. 19-ാമത്തെ വാക്യം, അവർ നമ്മുടെ ഇടയിൽ നിന്നും പുറപ്പെട്ടു, എങ്കിലും നമുക്കുള്ളവർ ആയിരുന്നില്ല. അവർ നമുക്കുള്ളവർ ആയിരുന്നുവെങ്കിൽ നമ്മോട് കൂടെ പാർക്കുമായിരുന്നു. എന്നാൽ എല്ലാവരും നമുക്കുള്ളവരല്ല എന്ന് പ്രസിദ്ധമാക്കേണ്ടതല്ലോ. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ പലപ്പോഴും ട്രൂത്തിൽ നിന്നൊക്കെ വിട്ടുപോകുന്നവരെക്കുറിച്ച് ഒരുപാട് നമ്മൾ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം കർത്താവിൻ്റെ വേർഡ് പറയുകയാണ്, ട്രൂത്ത് വിട്ടു പോകുന്നവർ അവർ ആൻറ്റിക്രൈസ്റ്റാണ്. അവരെക്കുറിച്ച് ചിന്തിച്ചിട്ട് അവർ നമ്മളിൽ നിന്ന് വിട്ടുപോകണം. അത് ഇവിടെ യോഹന്നാൻ പറയുകയാണ്, അവർ നമ്മളിൽ നിന്നാണ് പോയതെന്ന് പറയുന്നു. എന്നിട്ട് അതിൻ്റെ 22-ാമത്തെ വാക്യം, യേശുവിനെ ക്രിസ്തുവല്ല എന്ന് നിഷേധിക്കുന്നവനല്ലാതെ കള്ളൻ ആരാകുന്നു? പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ തന്നെ എതിർ ക്രിസ്തുവാകുന്നു. വീണ്ടും എതിർ ക്രിസ്തുവിൻ്റെ ഒരു ഡെഫിനേഷൻ കൊടുത്തേക്കുന്നത്, പിതാവിനെയും പുത്രനെയും നിരാകരിക്കുന്നവൻ എല്ലാം എതിർ ക്രിസ്തുവാണ്. ആ എതിർ ക്രിസ്തുവിൻ്റെ നേച്ചർ എന്താണ്? പുത്രന് കൊടുക്കേണ്ട മഹത്വം മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. പുത്രൻ മുഖാന്തരം പിതാവിന് കിട്ടേണ്ട മഹത്വം മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. ഇല്ലേ, നമ്മൾ വെളിപാട് പുസ്തകത്തിൽ വായിച്ച് നമുക്കൊരു വേഴ്സും കൂടെ വായിച്ചിട്ട് നമുക്ക് നിർത്താം. 2 യോഹന്നാൻ നോക്കുക. യോഹന്നാൻ്റെ അപ്പോൾ മൊത്തം യോഹന്നാൻ ലേഖനം എഴുതുന്നതിനകത്തെല്ലാം ഈ ആൻറ്റിക്രൈസ്റ്റിനെ കുറിച്ച് പറയുകയാണ്. 7-ാമത്തെ വാക്യം വായിക്കാം. ഒരു അധ്യായമേ ഉള്ളൂ. ഉണ്ട് 2 യോഹന്നാൻ 7-ാമത്തെ വാക്യം, യേശു ക്രിസ്തുവിനെ ജഡത്തിൽ വന്നവനെന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നുവല്ലോ. എന്താ? യേശു ക്രിസ്തുവിനെ ജഡത്തിൽ വന്നുവെന്ന് മനസ്സിലാക്കാതെ സ്വീകരിക്കാത്ത ഒരുപാട് പേര് പുറപ്പെട്ടിട്ടുണ്ടല്ലോ. വഞ്ചകനും എതിർ ക്രിസ്തുവും ഇങ്ങനെയുള്ളവൻ ആകുന്നു. ഇങ്ങനെയുള്ളവൻ അവൻ വഞ്ചകനാണ്, എതിർ ക്രിസ്തുവാണ്. അപ്പം നമ്മൾ ചോദിക്കുന്നത്, നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്നല്ലേ? യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ അവൻ ജഡത്തിൽ വന്ന് അവൻ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടു എന്ന് നമ്മൾ വിശ്വസിക്കണം. നമുക്ക് തുല്യമായി അവൻ പരീക്ഷിക്കപ്പെട്ടു, പക്ഷേ പാപമൊഴികെ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടു, എല്ലാത്തിനെയും ജയിച്ചു എന്നും നമ്മൾ വിശ്വസിക്കണം. അവൻ ജീവിച്ചതുപോലെ നമുക്കും ജീവിക്കുവാൻ ദൈവകൃപ പ്രാപിച്ചേ പറ്റും, നമുക്ക് ജീവിക്കാൻ കഴിയണം എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടാകും. ഇതൊന്നും കർത്താവായതുകൊണ്ടാണ് വിശ്വസിക്കുന്നതെന്ന് പറയുന്ന എത്രയോ ക്രിസ്ത്യാനികളുണ്ടെന്നറിയാമോ? അവരുടെ ഉള്ളിലെല്ലാം വ്യാപരിക്കുന്ന സ്പിരിറ്റ് എതിർ ക്രിസ്തുവിൻ്റെ സ്പിരിറ്റാണ്. ദുർവിഷ ക്രിസ്ത്യാനികൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, സ്പിരിറ്റ് അത് തന്നെയാണ്. നമുക്ക് താഴോട്ട് ഒരു കാര്യം കൂടെ വായിച്ച് നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം. അതുകൊണ്ട് ഞങ്ങളുടെ പ്രയത്നഫലം കളയാതെ പൂർണ്ണ പ്രതിഫലം പ്രാപിക്കേണ്ടതിന് സൂക്ഷിച്ചു കൊള്ളുവിൻ. ഇവിടെ യോഹന്നാൻ നമുക്കൊരു വാണിംഗ് തരിക, നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. എന്താണ് എൻ്റെ മർമ്മപ്രധാനമായിട്ടുള്ളൊരു കാര്യം? ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിര് കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനും ഉണ്ട്. നമ്മൾ കുറച്ചു മുമ്പേ വായിച്ചു, എതിർ ക്രിസ്തു ആരാണ്? എതിർ ക്രിസ്തു പിതാവിനെയും പുത്രനെയും നിരാകരിക്കുന്നവൻ. ആർക്കാണ് പിതാവും പുത്രനും ഉള്ളത്? ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കുന്നവന് മാത്രമേ പിതാവും പുത്രനുമുള്ളൂ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് വാക്ക് എന്താ? പുത്രൻ്റെ ഉപദേശത്തിൽ നിൽക്കാത്തവർ, പുത്രൻ്റെ ഉപദേശത്തിൽ നിന്ന് അതിര് കടക്കുന്നവർ, അവർക്ക് പിതാവുമില്ല പുത്രനുമില്ല. അപ്പോൾ അവരെ ഭരിക്കുന്ന ആത്മാവേദ?
ആൻറ്റിക്രൈസ്റ്റ്. ഇത് നമ്മൾ വളരെ ഭയത്തോടു കൂടി ഓർക്കണം. ഞാനിത് പറയുമ്പം തെറ്റിദ്ധരിക്കരുത്. നമ്മൾ ആരും മിസ്റ്റേക്ക് ചെയ്യത്തില്ലെന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മളെല്ലാവരും നമ്മൾ കഴിഞ്ഞ ആഴ്ചയും ചിന്തിച്ചതുപോലെ കോപിക്കുന്നവരുണ്ടാവും. പെട്ടെന്ന് നമ്മളിൽ പാപമൊക്കെ കമ്മിറ്റ്. അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഉടനെ അവരെ എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവാണെന്നോ ആൻറ്റിക്രൈസ്റ്റ് ആണെന്നോ അല്ല പറയുന്നത്. നോക്ക്, ദേഷ്യം എൻ്റെ ഒരു മിസ്റ്റേക്ക് ആണെന്ന് ദൈവം മനസ്സിലാക്കി തന്നിട്ടും അതിനെ ഗൗനിക്കാതെ പോകുന്നെങ്കിൽ, അത് സാരമില്ല എന്ന് ചിന്തിക്കുന്നെങ്കിൽ, അതിനെ നിസ്സാരമായിട്ട് കാണുന്നെങ്കിൽ, വളരെ ഹൈ ചാൻസ് ഉണ്ട് യു ആർ ബീങ് ഡിസീവ്ഡ് ബൈ ദ ആൻറ്റിക്രൈസ്റ്റ്. അല്ലെങ്കിൽ ഈ ആൻറ്റിക്രൈസ്റ്റിൻ്റെ സ്പിരിറ്റിൻ്റെ കീഴിലാണ് നമുക്കുണ്ടാവേണ്ട ഒരു ബോധ്യം അതാണ്. നമ്മളിലാരും മിസ്റ്റേക്ക് ചെയ്തില്ലെന്നല്ല, പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ, അതേ കർത്താവെ ഞാൻ ചെയ്തത് തെറ്റാണ്, എന്നാൽ ദൈവമേ എനിക്കിത് ബലം തരണം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ്. കർത്താവെ എനിക്കിതിൻ്റെ മേൽ ജയം വേണം. എൻ്റെ ജയമോ എന്തുവാ? എൻ്റെ വിശ്വാസമാണ്. അങ്ങനെ ജീവിക്കുന്നവർ അവരുടെ ഉള്ളിൽ ആൻറ്റിക്രൈസ്റ്റ് ആണെന്നല്ല പറയുന്നത്. പക്ഷേ കർത്താവിൻ്റെ വചനം വിട്ട് നമ്മളത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ, എനിവൺ ഹു ഗോസ് ടു ഫാർ ആൻഡ് ഡസ് നോട്ട് അബൈഡ് ഇൻ ദ ടീച്ചിങ് ഓഫ് ക്രൈസ്റ്റ് ഡസ് നോട്ട് ഹാവ് ഗോഡ്. അതാണ് ഇംഗ്ലീഷിൽ പറഞ്ഞേക്കുന്ന വാക്ക്. എനിവൺ ഹു ഗോസ് ടു ഫാർ എന്ന് പറഞ്ഞാൽ എന്താ? എനിക്കൊരു തെറ്റ് മനസ്സിലാക്കി തന്നിട്ടും എനിക്ക് അതിനെക്കുറിച്ച് ഒരു ബോധറേഷനും ഇല്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഐ എം ഗോയിങ് ഫാർ ആൻഡ് ഫാർ അവേ ഫ്രം ദ കമാൻഡ്മെൻറ്റ്സ് ഓഫ് ദ ലോർഡ്. അങ്ങനെയാണെങ്കിൽ നിനക്ക് ദൈവമില്ല. ദൈവമില്ലെങ്കിൽ നിനക്ക് പുത്രനില്ല. പിതാവായി ദൈവമില്ല, പുത്രനില്ലെങ്കിൽ യു ആർ ഫോളോയിങ് ആൻറ്റിക്രൈസ്റ്റ്. നമ്മളും ഒരുപക്ഷേ വെളിപാട് പുസ്തകം 13-ാം അധ്യായത്തിൽ ചെന്ന് അവസാനിക്കുവാൻ ഇടവരും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് ഓർക്കുക, നിങ്ങളെ ആരും തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. കർത്താവ് അനുവദിക്കുന്ന നമുക്ക് തുടർന്ന് അടുത്ത ആഴ്ച ചിന്തിക്കാം.